ബൈന്ദൂറിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തലശ്ശേരിയിൽ നിന്നാണ് നമ്മൾ ട്രെയിനിന് കയറിയത്. മൂകാംബിക നമ്മൾ പോകുമ്പം അവിടെയാണ് ഇറങ്ങേണ്ടത്. രാവിലെ 6 മണിക്കാണ് തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ പൊതിഞ്ഞെടുത്ത് നമ്മൾ ട്രെയിനിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. യാത്രക്കിടെ എന്റെ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ സീതയുടെ എഴുത്തും ഭംഗിയായിട്ട് നടന്നു. സാധാരണ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ട്രെയിനിൽ നിറയെ ആൾക്കാരായിരിക്കും. പക്ഷെ എന്താണെന്നറിയില്ല, അന്ന് കമ്പാർട്ട്മെന്റ് ഒക്കെ കാലിയായിരുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. നല്ല വിശപ്പ്. ഇനി വല്ലതും കഴിച്ചിട്ടാവാമെന്ന് നമ്മളും കരുതി. സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി വെജ് മീൽസ് കഴിച്ചു. ഇനി ഇവിടുന്ന് ഒരു പ്രീപെയ്ഡ് ഓട്ടോ വിളിച്ചിട്ട് വേണം കൊല്ലൂര് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാന്. 29 കിലോമീറ്ററോളം ഉണ്ട്. ബസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ വല്ലപ്പോഴും മാത്രമാണെന്നാണ് മറുപടി ലഭിച്ചത്. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. 600 രൂപ. എല്ലാം കഴിഞ്ഞ് ഒരു 1:30 മണി ആയപ്പോഴേക്കും ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത റൂമിന്റെ മുന്നിൽ ഓട്ടോക്കാരൻ നമ്മളെ ഇറക്കി. ഒരു പഴയ ബിൽഡിംഗ് ആണ്. കൊല്ലൂര് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 300-400 മീറ്റർ. ഇതാണ് റൂം കേട്ടോ. ബിലോ ആവറേജ് ആണ്. 3 ദിവസത്തേക്കാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തത്. മൊത്തത്തിൽ 4500 രൂപ. എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷായി ദേവിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഒരു ചായ കുടിച്ചാലോ എന്ന് സീത ചോദിച്ചു. എന്നാ പിന്നെ ഒരു മസാല ദോശയും ആവാം അല്ലേ എന്ന് ഞാനും. അതും കാപ്പിയും കഴിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുപോലെ സ്റ്റില്ലായി അനങ്ങാതെ നിന്നുകൊണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്തത്. ദേവി ഞങ്ങളുടെ കള്ളക്കളി കണ്ട് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് സാരമില്ല എന്ന മട്ടില്. ഓക്കെ. സീതയ്ക്ക് ഇളനീർ കുടിക്കണമെന്നൊരു പൂതി പെട്ടെന്ന്. പിന്നെ രാത്രി നമ്മൾ പൊറാട്ടയും വെജിറ്റബിൾ കറിയും കഴിച്ച് നേരത്തെ കടന്നു. ഇത് 2-ാം ദിവസം രാവിലെയാണ്. സീതയ്ക്ക് ഉറക്കം ലേശം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് ഫ്രഷായി സീതയോട് റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. സീത റെഡിയായി നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ പുറത്തിറങ്ങി ചെറിയൊരു കറക്കെല്ലാം കറങ്ങി. മുരുദേശ്വറിലേക്കാണ് ഇന്നത്തെ യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങള് ചെന്നു. തലശ്ശേരിയിൽ നിന്നും വരുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയ ബൈന്ദൂരിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നിട്ട് അവിടുന്ന് ഒരു ബസ് അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചിട്ട് വേണം മുരുദേശ്വരത്ത് എത്താന്. ബൈന്ദൂരിലെത്തി അവിടുന്ന് മുരുദേശ്വറിലേക്ക് ഒരു ബസ് നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു ഒമിനി പോലത്തെ ഒരു ടാക്സിയിൽ ആളെ കയറ്റുന്നത് കണ്ടത്. അതിൽ ഞങ്ങൾ കയറി. അവിടുന്ന് 32 കിലോമീറ്റർ ദൂരമുണ്ട് മുരുദേശ്വറിലേക്ക്. നമ്മൾ മുരുദേശ്വരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്ഷേത്രവും അതിന്റെ ശിവന്റെ വലിയ പ്രതിമയും എല്ലാം കാണാൻ സാധിക്കും. കടലിനോട് ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ കടൽക്കാറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ചൂട് അത്ര അറിഞ്ഞില്ല. ശിവന്റെ പ്രതിമയെല്ലാം ചുറ്റിക്കണ്ട് കടലിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ഹോട്ടലിൽ കയറി വെജിറ്റബിൾ മീൽസ് കഴിച്ചു. ഭക്ഷണത്തിന് പൊതുവെ ഇവിടെ എല്ലാ ഇടങ്ങളിലും നമ്മുടെ നാട്ടിലേക്കാൾ വില കൂടുതലാണ്. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലൂടെ കുറെ നടന്നു. വിശാലമായ ബീച്ച്. ഒരുപാട് പേരുണ്ട്. ഫാമിലിയായി വന്ന് കളിച്ചും കുളിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. ബീച്ചിൽ നിന്നുള്ള ഈ ക്ഷേത്രത്തിന്റെയും ശിവന്റെ പ്രതിമയുടെയും ഒക്കെ വ്യൂ അതിമനോഹരമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുതിര സവാരിയും അതുപോലെ തന്നെ ഒട്ടക സവാരിയും ഒക്കെ നടത്താം. ഷോപ്പിങ്ങിനായി ഇഷ്ടം പോലെ കൊച്ചു കടകളുമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതിനൊന്നും നിൽക്കാതെ ഞങ്ങൾ റീൽസ് എടുത്ത് കളിക്കായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് വൈകിട്ട് വന്ന പോലെ തന്നെ തിരിച്ച് ബൈന്ദൂർക്കും അവിടുന്ന് മൂകാംബികയ്ക്കും. ഈ 2 യാത്രയും ബസ്സിൽ തന്നെയായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഡിന്നർ കഴിച്ച് 2-ാം ദിവസവും വേഗം തന്നെ ഞങ്ങൾ കിടന്നു. പൊറാട്ട തന്നെയായിരുന്നു കഴിച്ചത് എന്നാണ് ഓർമ്മ. 3-ാം ദിവസം രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ 2 പേരും ഫ്രഷായി മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ജീപ്പിന്റെ ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു. കുടജാദ്രിയാണ് ഇന്നത്തെ ലക്ഷ്യം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുട്ടും കടലയുമാക്കി. ഇനി നമുക്ക് കുടജാദ്രിയിൽ എത്താൻ ഒരു ടാക്സി ജീപ്പാണ് വേണ്ടത്. ജീപ്പ് അല്ലാതെ മറ്റ് വണ്ടികൾക്കൊന്നും ആ കുന്ന് കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും ദുർഘടമാണ് വഴി. പക്ഷെ അങ്ങനെ ഒരു യാത്ര സത്യം പറഞ്ഞാൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് നിന്ന് ജീപ്പിൽ നമുക്ക് കുടജാദ്രി പോയി വരാൻ ഒരു ട്രിപ്പിന് അവരെ ചാർജ് ചെയ്യുന്നത് 3000 രൂപയാണ്. 6 പേരടങ്ങുന്ന മറ്റൊരു ഫാമിലിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഷെയർ ചെയ്ത് ഒരാൾക്ക് 350 രൂപ നൽകണമെന്നാണ് അവർ പറഞ്ഞത്. കുടജാദ്രി കുന്നിന്റെ മുകളിൽ എത്തുന്നത് വരെ 21 കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ സഞ്ചരിക്കണം. അതിൽ 14 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. ഇതൊരു സാധാരണ ഓഫ് റോഡ് അല്ല കേട്ടോ. ജീപ്പ് മറഞ്ഞു വീഴാൻ പോകുന്നത് പോലെയുള്ള, അതായത് അത്തരത്തിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാണത്. എന്തായാലും ജീപ്പ് ഡ്രൈവറിനെ സമ്മതിക്കണം. കുറച്ചധികം ദൂരം നമ്മൾ മലമുകളിലേക്ക് ജീപ്പ് കയറി ചെന്നാൽ പെട്ടെന്ന് ലാൻഡ്സ്കേപ്പ് മൊത്തം മാറും. മൈതാനം പോലെ പരന്ന കോട മൂടിയ പ്രദേശങ്ങൾ. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ കുന്നിൻ ചിരുവുകൾ, കാട് മൊത്തം കോടയിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. അതിമനോഹരം. കുന്നിന്റെ മുകളിൽ, അതായത് ഏറ്റവും ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന സർവജ്ഞ പീഠത്തിന്റെ ഏകദേശം 1.5 കിലോമീറ്റർ താഴെ വരെ മാത്രമേ ജീപ്പിന് കയറാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നടന്നു കയറണം. സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ജീപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ നമ്മളെ കാത്തിരിക്കും. ഏകദേശം 2 മണിക്കൂറോളം സമയം അവർ നമുക്ക് തരും. അപ്പോഴേക്കും നമ്മൾ കയറി അവിടെയെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങണം. നമ്മൾ നടക്കുന്നതിന്റെ സ്പീഡ് അനുസരിച്ച് ഒരു 20-25 മിനിറ്റ് മുതൽ ഒരു 40-45 മിനിറ്റ് വരെ എടുക്കും ഏറ്റവും മുകളിൽ സർവജ്ഞ പീഠത്തിനടുത്തെത്താൻ. ആ ഒരു 1.5 കിലോമീറ്റർ നടത്തം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിക്കണം. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് പോയി തന്നെ അനുഭവിക്കണം. അവിടെയെല്ലാം കയറി കണ്ടു കഴിഞ്ഞതിന് ശേഷം കയറുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിറങ്ങാൻ സാധിക്കുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങുന്ന സമയത്താണ്. കുറച്ചും കൂടി റിസ്ക് ഇറങ്ങുമ്പോഴാണ്. ഏകദേശം ഉച്ചയായപ്പോൾ മൂകാംബികയിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഉച്ചയൂണും കഴിച്ച് നേരെ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മറ്റ് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഡിന്നറും കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങി. നാളെ യാത്ര തിരിക്കണം. ഇന്ന് 4ാം ദിവസമാണ്. തലശ്ശേരിക്കുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി. മൂകാംബിക ദേവിയോടും ഈ പരിസരങ്ങളോടും ഇന്ന് ഗുഡ് ബൈ പറയണം. വീണ്ടും ഒന്ന് ക്ഷേത്രത്തിൽ ചെന്ന് സീത പോയി ദേവിയെ ഒന്നുകൂടെ കണ്ടുവന്നു. പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി. നേരെ ബൈന്ദൂറിലേക്ക് ബസ് കയറി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. എന്താണെന്ന് അറിയില്ല, തിരിച്ചു പോകുമ്പോഴും വന്ന പോലെ തന്നെ കമ്പാർട്ട്മെന്റ് കാലിയായിരുന്നു.